ഇന്ന് നമുക്ക് ഈസി ആയിട്ട് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് എയർ ഡ്രൈ ക്ലേ വീട്ടിലുണ്ടാക്കിയാലോ. അതുണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നമുക്കിത് ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി. അപ്പോൾ ആദ്യം തന്നെ ഫെവിക്കോൾ എടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. അതായത് 100 രൂപയുടെ ഒരു ഫെവിക്കോൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ പകുതിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതേ കോൺഫ്ലോർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്ക കടകളിലും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു 100 ഗ്രാമിന് 13 to 20 റുപ്പീസിൻ്റെ ഇടയിലൊക്കെ വരുന്നുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഈ ആട്ടപ്പൊടി പിന്നെ ഈ മൈദ അതിലൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് ഇതുപോലെ എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറൊക്കെ കിട്ടുമെങ്കിലും പിന്നീട് കുറച്ചുകൂടി ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിങ്ങോട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ പിന്നെ വിട്ട് പോരുന്ന പോലെയും പിന്നെ കുറച്ച് പൂപ്പിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിന് പറ്റിയൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മൾ ഈ കോൺഫ്ലവർ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് 1 സ്പൂൺ വിനെഗറും 1 സ്പൂൺ നമ്മുടെ കോക്കനട്ട് ഓയിലും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലിന് പകരം വേറെ എന്തെങ്കിലും കളർലെസ് ആയിട്ടുള്ള ഓയിൽസൊക്കെ ചേർക്കാം. പിന്നെ നമ്മൾ കുറച്ച് വൈറ്റ് കളർ പെയിൻറ്റും കൂടി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് കുക്കിംഗ് മെത്തേഡ് ആയതുകൊണ്ട് ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന പാത്രം ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യാത്തതായിരിക്കണം. കാരണം ഇതെല്ലാം ഫുള്ള് കെമിക്കൽ കണ്ടൻസ് ഉള്ള സാധനമാണ് ഈ ഫെവിക്കോളൊക്കെ. അപ്പോൾ നമുക്കത് അതിൽ പിന്നെ നമ്മൾ ഫുഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ലതല്ല. പിന്നെ ചെറിയ കുട്ടികളാണിത് ട്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പാരൻസിൻ്റെ ഹെൽപ്പോട് കൂടി ചെയ്യുക കേട്ടോ. കാരണം നമുക്ക് കൈ പൊള്ളാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഇതെപ്പോഴും ചെയ്യുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് കൈ വിടാതെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടയാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിന്ന് ഇങ്ങനെ കുറച്ചുകൂടി ഒന്ന് ടൈറ്റായി ഇതുപോലെ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ വരും. പിന്നെ ഇത് റെഡി ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ വിരലിൻ്റെ തുമ്പത്ത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. പിന്നെ നമ്മുടെ പാംസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ കുക്കിംഗ് ടൈം പറയാനായിട്ട് വിട്ടുപോയി. ഇത് ശരിക്കും ഒരു 3 മിനിറ്റിനും 6 മിനിറ്റിനും ഇടയിലൊക്കെയാണ്. എനിക്ക് ഏകദേശം ഒരു 5 മിനിറ്റ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിത് ഇതുപോലെ കുറച്ച് കോൺഫ്ലവർ തൂക്കി കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചിങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മളിത് കുഴയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ബോഡി ലോഷനോ ഓയിലോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് വലിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ടിയർ ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് പെർഫെക്റ്റായി വന്നിട്ടുണ്ടെന്ന്. ഇനി ഞാൻ അതിൻ്റെ മുകളിൽ കൂടി കുറച്ചിങ്ങനെ എണ്ണ തടവിയിട്ട് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് വെക്കണം. എൻ്റെ കയ്യിൽ ക്ലിങ് ഫിലിം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടി വെച്ചത്. പിന്നെ ഇതുപോലെ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. അങ്ങനെ ഞാനിത് നെക്സ്റ്റ് ഡേ ആണ് ഇത് എടുക്കുന്നത്. പിന്നെ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്ഷമ വേണം പിള്ളേച്ച, അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ല. ഇത് എന്തായാലും നല്ല സ്മൂത്തായിട്ടുള്ളൊരു ടെക്സ്ചർ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ക്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമായിരുന്നു. പിറ്റേ ദിവസം ആയപ്പോൾ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആട്ടപ്പൊടിയിലൊക്കെ ചെയ്തപ്പോൾ കിട്ടിയതിനേക്കാളും ഒക്കെ ഒരുപാട് ബെറ്റർ ആയിട്ടാണ് എനിക്കിപ്പോൾ കിട്ടിയത്. പിന്നെ നമ്മുടെ ക്ലേ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡെസ്ക് ഡെക്കോറും പിന്നെ കുറച്ച് പേപ്പർ പിൻസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.